ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഓഫർ തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. 34 കേസുകളാണ് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം കൈമാറിയോ? ധന്യ, ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഉത്തരവ് ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ 34 കേസുകളാണ് ഇത്. ഈ എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ക്രൈംബ്രാഞ്ച് മേധാവി അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഉന്നതതല യോഗം ചേർന്ന് ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും, IG-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും ഉണ്ടാവുക എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുക. ഈ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കേസ് ഈ പോലീസ് അന്വേഷിച്ച അതിന്റെ മുഴുവൻ ഫയലും വാങ്ങി അന്വേഷണം നടത്തും. ഇപ്പോൾ നിലവിൽ ഒരു 37 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണക്ക്. ഇനിയും ഈ ആളുകളുടെ പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ സംഖ്യ 37 കോടി എന്നുള്ളത് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക. അതിന്റെ പോലീസിന്റെ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. സാജിദ്, ഇത് ഓരോ ജില്ലയിലും നിരവധി കേസുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ ടീമായിട്ടായിരിക്കുമോ, ഇല്ലെങ്കിൽ ഓരോ ജില്ലയും അടിസ്ഥാനമാക്കി വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കുമോ അന്വേഷണം? സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. അതൊരു പ്രത്യേക സംഘമായിരിക്കും. അതിൽ ആളുകളുടെ എണ്ണത്തിൽ, അന്വേഷണ സംഘത്തിൽ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനാണ് സാധ്യത. കാരണം എല്ലാ ജില്ലയിലും ക്രൈംബ്രാഞ്ചിന്റെ സംഘത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഈ വ്യത്യസ്ത സംഘങ്ങളായിക്കൊണ്ടായിരിക്കില്ല ഒറ്റ അന്വേഷണ സംഘം. അതിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും സമഗ്രമായ അന്വേഷണം എന്ന രീതിയിലാണ് പോകാനുള്ള സാധ്യത. യെസ്, ഇതിലിനി കൂടുതൽ അറസ്റ്റുകളിലേക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അനന്തു കൃഷ്ണനെ ഇനി ചോദ്യം ചെയ്യുന്നത്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആരായിരിക്കും ഇതിനെ ലീഡ് ചെയ്യുക? ആരൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ? ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും ക്രൈംബ്രാഞ്ച് മേധാവി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ക്രൈംബ്രാഞ്ചിന്റെ ഉന്നതതല യോഗം അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇത് കൂടാതെ ഇപ്പോൾ ഈ പോലീസ് സംഘം അന്വേഷിച്ചത് കൂടാതെ ക്രൈംബ്രാഞ്ചിന്റെ സംഘം ഇനി അനന്തുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും. ഇത് കൂടാതെ ഈ പലർക്കും പണം നൽകി എന്ന് കഴിഞ്ഞ ദിവസം അനന്തു മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അന്വേഷണ സംഘം അത് ആർക്കെല്ലാമാണ് പണം നൽകിയത് എന്ന് വിശദമായി ചോദിച്ചറിയും. അതിന് പണം നൽകിയത് ബാങ്ക് മുഖാന്തരം ആണെങ്കിൽ കൃത്യമായ അതിന്റെ തെളിവുകൾ ലഭിക്കും. ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ ഓരോരുത്തർക്ക് നൽകി എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ബാങ്ക് വഴി ആയിരിക്കും. അത്തരം വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടി വരും. ഇത് കൂടാതെ ഈ അനന്തുവിന്റെയും NGO കോൺഫെഡറേഷന്റെയും മറ്റ് ബാങ്ക് ഇടപാടുകളും തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അനന്തു കൃഷ്ണൻ അറസ്റ്റിലാകുകയും ഇവരുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിശ്ചലമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ഈ പ്രവർത്തനങ്ങൾ തട്ടിപ്പ് സംഘം ഇപ്പോഴും സജീവമാണ്. ഇവരുടെ ഒരു പോർട്ടൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു. ആർക്ക് വേണമെങ്കിലും അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അതിൽ OTP വരും. ഓരോരുത്തരുടെയും ഫോൺ നമ്പർ കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ OTP വരും. അതനുസരിച്ച് വിവിധ ഉപകരണങ്ങൾ, അത് TV, അതുപോലെ തന്നെ ഈ സ്കൂട്ടർ മുതൽ ഈ വീട്ടിലെ എല്ലാ സാധാരണ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഉപകരണങ്ങൾ അതിൽ നിന്ന് ഈ പകുതി വിലയ്ക്ക് വാങ്ങാം എന്നുള്ള വാഗ്ദാനമാണ് ഉള്ളത്. അതിപ്പോഴും സജീവമാണ്. ഒരുപക്ഷെ അത് ഈ പോലീസ് നിർജീവമാക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. ശരി സാജിദ്.